ഇതാ ഞാൻ പോകുന്നു സുജു ടി ബാബുവിലേക്ക്, വിഴിഞ്ഞത്തേക്ക്. വിഴിഞ്ഞം ഹാർബറിൽ നിന്നാണ് സുജു നമ്മളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. സുജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഞാനിപ്പോൾ ഹാർബറിൽ മാറി വിഴിഞ്ഞത്തെ തുറമുഖത്തിന്റെ മുൻവശത്തിലേക്കാണ് തിരികെ എത്തിയിരിക്കുകയാണ് ഷീജയോടൊപ്പം തന്നെ. ആണോ? അപ്പോൾ എങ്ങനെയുണ്ട് രാവിലെ പത്തനംതിട്ടയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് എത്തുമ്പോൾ ഈ കാഴ്ച കണ്ടിങ്ങനെ അത്ഭുതപ്പെടുന്നുണ്ടോ മലയോര നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ? തീർച്ചയായിട്ടും വലിയ അത്ഭുതം തന്നെയാണ്. അപ്പോൾ ഷീജ പറഞ്ഞ് അവസാനിപ്പിച്ച വലിയ 4 മദർഷിപ്പുകൾ കേരളത്തിൻ്റെ ഈ സ്വന്തം തുറമുഖത്തിലേക്ക് എത്തുമെന്നാണ് ഷീജ ഏറ്റവും ഒടുവിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇത് സത്യത്തിൽ കേരളത്തിൻ്റെ സ്വപ്ന സാഫല്യം എന്ന് നമ്മൾ പറയുമ്പോൾ രാജ്യത്തിൻ്റെ തന്നെ അഭിമാന പദ്ധതിയായിട്ട് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ സാധിക്കും. കാരണം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഇത്തരം മദർഷിപ്പുകൾ ആ ഒരു തുറമുഖത്തിലേക്ക് എത്തുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ഒരു തുറമുഖമായി മാറുമ്പോൾ അത് സത്യത്തിൽ കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി എന്ന് നമ്മൾ പറയുമ്പോൾ പോലും അത് രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമായി മാറുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പം നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും ധാരാളം ആളുകളാണ് ഈ അഭിമാന പദ്ധതി കമ്മീഷൻ ചെയ്യുന്നത് കാണാൻ വേണ്ടി എത്തുന്നത്. ഇത് ആദ്യത്തെ മദർഷിപ്പ് എത്തിയ ശേഷം 10 മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ കമ്മീഷനിലേക്ക് എത്തുക എന്നതും വലിയ നേട്ടമാണ്. രാവിലെ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ പങ്കുവെച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഡേറ്റ് കിട്ടാൻ അല്പം വൈകിക്കൊണ്ടാണ് ഇത്രയെങ്കിലും നീണ്ടുപോയത്. ഒരു പക്ഷേ അല്ലായിരുന്നെങ്കിൽ ഇതിന് ഏറെ മുമ്പ് തന്നെ ഈ പദ്ധതി കമ്മീഷൻ ചെയ്യുകയും ചെയ്യുമായിരുന്നു. വളരെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത്തരമൊരു അഭിമാനകരമായ നേട്ടം. നമുക്കറിയാം ഓക്കി ചുഴലിക്കാറ്റ് സംഭവിക്കുന്നു, അതിനുശേഷം പ്രളയം 2018-ലും 2019 പ്രളയം, അതിൽ ഓക്കി ചുഴലിക്കാറ്റിൽ പുലിമുട്ടുകൾ നശിക്കുന്ന ഒരു ഘട്ടമുണ്ടാകുന്നു. അതുപോലെ കോവിഡ്, ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരള തീരത്ത് മദർഷിപ്പുകൾ തൊടുന്ന അല്ലെങ്കിൽ എത്തുന്ന ഒരു സാഹചര്യം. ഇതിനു മുമ്പ് നമ്മളേറെ ആശ്രയിക്കേണ്ടിരുന്നത് കൊളംബോയിലെ പോർട്ടിനെയായിരുന്നു രാജ്യം ആശ്രയിക്കേണ്ടത്. ഇന്നിപ്പോൾ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഈ മദർഷിപ്പുകൾ എത്തുക എന്ന് പറയുമ്പോൾ തന്നെ വലിയ ഒരു അഭിമാനകരമായ നേട്ടത്തിലേക്ക് എത്താൻ സാധിക്കുന്നു. ഇത് നേട്ടം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരക്ക് നീക്കത്തിന് വേഗത കൈവരിക്കും. തീർച്ചയായിട്ടും മദർഷിപ്പുകൾ നേരിട്ടെത്തുമ്പോൾ അത് കൂടുതൽ ഷിപ്പുകൾ എത്താനും അത് നമ്മുടെ വ്യവസായ രംഗത്ത് ഉണർവ് പകരാനും സാധിക്കും. ഇതിനോടൊപ്പം തന്നെയാണ് 3000 അധികം തൊഴിലവസരങ്ങളാണ് നേരിട്ട് ഇപ്പോൾ വിഴിഞ്ഞൻ പോർട്ട് യാഥാർത്ഥ്യമായതോടെ ലഭിച്ചിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യം ഉരുത്തിരിയുമ്പോൾ ഇനിയും ഭാവിയിൽ ഇതിൻ്റെ ഇരട്ടി തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നേരിട്ട് ലഭിക്കുന്ന തൊഴിലിനോടൊപ്പം തന്നെ അനുബന്ധമായും 1,00,000-ലധികം തൊഴിലവസരങ്ങൾ ലഭിക്കുന്നു. അങ്ങനെ കേരളത്തിൻ്റെ മുഖച്ഛായ മാറും. ഇന്ത്യക്ക് തന്നെ വലിയ നേട്ടമുണ്ടാകുന്ന ഈ വിഴിഞ്ഞം തുറമുഖത്തിന് ഇന്ന് പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്യുമ്പോൾ അഭിമാന നേട്ടമാണ്. മനു രാവിലെ സൂചിപ്പിച്ചുള്ള ഹാർബറിലൊക്കെ പോകുമ്പോൾ മീൻ പിടിക്കുന്ന സാധാരണക്കാരെയൊക്കെ കാണാൻ സാധിക്കും. അവരുടെയൊക്കെ ആശങ്ക ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, എന്ത് തരത്തിലും ചർച്ച നടത്താൻ ഞങ്ങൾ തയ്യാറാണ്, എന്നാൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകും. ഇപ്പോൾ ഈ വിഴിഞ്ഞത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു തമാശ എന്ന് പറയുന്നത്, ഒരു സൈഡിൽ കോൺഗ്രസ്സുകാർ സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ, മറക്കില്ല ഉമ്മൻചാണ്ടി സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ, BJPയുടെ അവകാശവാദത്തിൻ്റെ ഫ്ലെക്സ് ബോർഡുകൾ, മറുഭാഗത്ത് LDF-ൻ്റെയും CPM-ൻ്റെയും ഫ്ലെക്സ് ബോർഡുകൾ കാണാം. ഇതിൽ കോൺഗ്രസിൻ്റെ അവകാശവാദത്തിലേക്ക് നമ്മൾ ചരിത്രത്തിലേക്ക് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഈ പദ്ധതിയുടെ രൂപീകരണം തന്നെ നയനാ സർക്കാരിൻ്റെ 96-ൽ നടന്ന ആശയ രൂപീകരണം ഉൾപ്പെടെ തുടർന്ന നടപടികളെ പറ്റി അറിയാം. പിന്നീട് 2 ഘട്ടങ്ങളിലാണ് ഈ പദ്ധതിക്ക് കോൺഗ്രസ് നേതൃത്വം കട്ട് പറയുന്നതായിട്ടുണ്ട്. അതായത് ചൈനീസ് കമ്പനിയുമായി കരാർ രാജ്യസുരക്ഷ ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത് റദ്ദ് ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ ഇന്നലെ ചില ആളുകൾ ചൂണ്ടിക്കാട്ടിയ പോലെ ആദ്യ കപ്പൽ പോലും ചൈനയിൽ നിന്നാണ് എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റൊന്ന്, ജയറാം രമേശ് വനം പരിസ്ഥിതി മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ പാരിസ്ഥിതിക പഠനത്തിലുള്ള അനുമതി നിഷേധിക്കുന്ന ഘട്ടം. അങ്ങനെ ഈ പദ്ധതിക്ക് പലപ്പോഴും വിരുദ്ധ നിലപാടെടുത്തിട്ടുള്ള, മാത്രമല്ല അതൊക്കെ കഴിഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അദാനിക്ക് അനുകൂലമായ കേരള വിരുദ്ധ താല്പര്യങ്ങൾ ഉൾക്കൊള്ളുന്ന തരത്തിൽ ഒരു കരാറിൽ ഒപ്പിടുന്നു. അതിനുശേഷം പിണറായി സർക്കാർ വരുന്നു. ആർജവത്തോടെ ആ കരാറിൽ കേരളത്തിന് അനുകൂലമാക്കി മാറ്റാൻ എത്ര പരിമിതി. അല്പസമയത്തിനകം മടങ്ങി വരാം. സുജു പറഞ്ഞതിൽ നിന്ന് ഒരു പോയിന്റ് ഞാൻ എടുക്കുകയാണ്. അവിടെ കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് മാത്രം എന്താണ് പറയുന്നത്? മറക്കാൻ പാടില്ല, മറക്കില്ല ഉമ്മൻചാണ്ടി സാറേ എന്ന്. തീർച്ചയായും ഉമ്മൻചാണ്ടിയെ മറക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അദാനിയുടെ പോക്കറ്റിൽ കാശ് വീഴാൻ ഉമ്മൻചാണ്ടി എഴുതി വെച്ച ആ കരാറിനെയും കേരളം മറക്കരുത്. കാരണം അങ്ങനെയായിരുന്നു ആ കരാറിലെ വ്യവസ്ഥകൾ. അതിനെ ആദ്യം ചോദ്യം ചെയ്തത് അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെയായിരുന്നു. VM സുധീരൻ, VD സതീശൻ, ഇന്നിപ്പോൾ വലിയ മേനി പറയുന്നുണ്ടല്ലോ VD സതീശൻ. ആ VD സതീശനാണ് ആദ്യം പറഞ്ഞത് ഇത് KPCC ചർച്ച ചെയ്യണമെന്ന്. ആ രീതിയിലായിരുന്നു ആ കരാർ എഴുതി വെച്ചത്. നോക്കൂ, ലോകത്തൊരിടത്തും ഇത്തരത്തിലൊരു പദ്ധതി 40 വർഷം
നടത്തിപ്പിനായി മറ്റൊരാളെ ഏൽപ്പിക്കില്ല. ഉമ്മൻചാണ്ടിയുടെ കരാറിൽ 40 വർഷമാണ് അദാനിക്ക് നടത്തിപ്പ് അവകാശം കൊടുത്തിരുന്നത്. സാധാരണഗതിയിൽ 20 വർഷമാണ് കൊടുക്കാറുള്ളത്. അത് 40 വർഷം കൊടുത്തു വയ്ക്കുകയാണ് ഉമ്മൻചാണ്ടി ചെയ്തത്. നോക്കൂ, അതിൻ്റെ പുറകിലെ താല്പര്യം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് ഭൂമി അദാനിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം എന്ന് എഴുതി വച്ചത്? എന്തുകൊണ്ടാണ് 2040 ശേഷമേ കേരളത്തിന് 1% ഈ ലാഭവിഹിതം കിട്ടുകയുള്ളൂ എന്ന് എഴുതി വച്ചത്? ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? എന്തുകൊണ്ടാണ് 2011 ഉമ്മൻചാണ്ടി, ഇവർ പറയുന്നല്ലോ ഞങ്ങൾ വികസനത്തിന്റെ നായകന്മാരാണെന്ന്. 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമേൽക്കുന്നത്. അന്ന് കേന്ദ്രത്തിൽ കോൺഗ്രസ് സർക്കാരാണ്, രണ്ടാം UPA സർക്കാരാണ്. പിന്നെ എന്തുകൊണ്ടാണ് 2015 വരെ ഈ തുറമുഖത്തിന് തറക്കല്ലിടാൻ ഉമ്മൻചാണ്ടിക്ക് കാത്തിരിക്കേണ്ടി വന്നത്? അപ്പോൾ ന്യായീകരണങ്ങൾ മാത്രമേ ഉള്ളൂ. സത്യം എത്ര മൂടി വച്ചാലും അതൊരു ദിവസം പുറത്തു വരിക തന്നെ ചെയ്യും, അതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ട് ആ കരാറിനെയും നമ്മൾ മറക്കണ്ട. ആ കരാർ മാറ്റി എഴുതി സപ്ലിമെന്ററി കൺസെഷൻ കരാർ ഉണ്ടാക്കി ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഈ തുറമുഖത്തെ മാറ്റിയത് അത് പിണറായി വിജയൻ സർക്കാരാണ്. അതിലൊരു സംശയവും വേണ്ട.